റിനു ശ്രീധറിലേക്ക്. റിനു, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉടൻ കേസെടുക്കും. എങ്ങനെയാണ് അന്വേഷണ ചുമതല ആർക്കാണ്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾ കോടതിയിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യാഖ്യാനമല്ല, റിപ്പോർട്ടാണ് വേണ്ടത് എന്ന് കോടതി പറയുന്നു. കേസ് നിലനിൽക്കില്ല എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനം നിയമപരമല്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമ്പോൾ ഈ തെളിവുകൾ പരിശോധിക്കേണ്ടി വരും, മാധ്യമപ്രവർത്തകരുടെ അടക്കം മൊഴിയെടുക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്ക് എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചോ അതൊക്കെ തന്നെ തിരുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പിഴവ് പറ്റി എന്നുള്ളതാണ് പോലീസിന് നേരെ ഉയർന്ന കോടതി ഉന്നയിച്ച രൂക്ഷമായിട്ടുള്ള വിമർശനം. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് കൃത്യമായി അന്വേഷിക്കണമെന്നിട്ടുള്ള ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുന്നത്. ഈ ഉത്തരവിൻ്റെ പകർപ്പ് DGPക്ക് ഇന്നലെ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം, ആരന്വേഷണം നടത്തുമെന്നുള്ളതാണ്, ഒരു ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. DYSP SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും അന്വേഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നോ നാളെയോ ഇത് സംബന്ധിച്ച്, അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് സൂചനയായി ലഭിക്കുന്നതും മനസ്സിലാക്കുന്നതും. എന്തായാലും ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന് DGP ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇന്നോ നാളെയോ നൽകും. പ്രത്യേക ടീമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് അത് വലിയ വിമർശനത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോടതി വിമർശനം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും വിമർശനത്തിന് ഇടയാവാത്ത രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച്, അതായത് സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാനത്തെ ഒരു മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയാണ് സജി ചെറിയാൻ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു നിയമോപദേശം തേടും. ആ നിയമോപദേശം തേടിയതിനു ശേഷമായിരിക്കും സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിന് ഈ ഒരു അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അത്തരമൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പീൽ, ഈ അപ്പീൽ സംബന്ധിച്ച് ഡിവിഷൻ ബെഞ്ചിലേക്ക് സർക്കാർ തലത്തിൽ നിന്ന് ഒരു അപ്പീൽ പോകേണ്ടുന്ന സാഹചര്യമില്ല, അല്ലെങ്കിൽ പോകേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം മന്ത്രി എന്നുള്ള നിലയിൽ സജി ചെറിയാന് വ്യക്തിപരമായി വേണമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ്. അതിനുള്ളൊരു അനുമതിയും സംസ്ഥാന സർക്കാർ നൽകി എന്നുള്ളൊരു വിവരവും വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്ന ഒരു കാര്യം അന്വേഷണമാണ്. ഏത് തരത്തിലായിരിക്കും അന്വേഷണം, മേൽക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ടപ്പോൾ. അത് സജി ചെറിയാന് തിരിച്ചടിയായേക്കുമെന്നുള്ള വിലയിരുത്തലുകൾ നിയമവിദഗ്ധരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മേൽക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അപ്പീലിനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇന്നലെ തന്നെ സജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മേൽക്കോടതി ഉണ്ടല്ലോ എന്നുള്ളതാണ്. മേൽക്കോടതിയിലേക്ക് പോകാൻ സാധ്യത കുറവ് എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധരടക്കം പറഞ്ഞു വെക്കുന്നത്. സജി ചെറിയാൻ്റെ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതും ലഭ്യമാകുന്ന വിവരവും മേൽക്കോടതിയെ പോകാൻ വേണ്ടി സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ വേണമെങ്കിൽ സജി ചെറിയാന് വ്യക്തിപരമായി കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ പോകാം എന്നുള്ളൊരു അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള അപ്പീലിലേക്കും പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്നത്. പക്ഷേ മന്ത്രി സജി ചെറിയാൻ അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും. എന്തായാലും അങ്ങനെ ഒരു മേൽക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ സമീപിക്കാം എന്നുള്ളൊരു അനുമതിയാണ് സർക്കാർ ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.